സുരാജേട്ടനുള്ളൊരു വലിയ സർപ്രൈസ് ആണ്. ഒരിക്കലും ചിന്തിക്കാത്തൊരു സർപ്രൈസ് ആയിരിക്കും കേട്ടോ. എനിക്കാ സർപ്രൈസ്. അതെ, അടിപൊളി. കണ്ടാ മതിയായിരുന്നു. ഇവിടെ കാണുമായിരിക്കും. നോക്കിയേ, ഇവിടെ കാണുമെന്നല്ലയോ പറഞ്ഞത്, പിന്നെ ഇവിടെ കാണും ഞാൻ. എന്റെ ദൈവമേ, എല്ലാം തപ്പിട്ടാ വരുന്നറിയാവോ? എന്റെ ദൈവമേ, മനസ്സിലാക്കാം. ഞങ്ങളെ വെഞ്ഞാറമൂടുന്ന് വണ്ടി പിടിച്ചേക്ക് പോന്നതാ. ടൂറിന് വന്ന. അയ്യോ, സുരേന്ദ്രനെ തിരക്കി വന്നില്ലോ. സത്യത്തിൽ എനിക്ക് നിങ്ങൾ ആരെയും അങ്ങോട്ട് മനസ്സിലായി കാണത്തില്ല. പറഞ്ഞോട്ടെ. ഇപ്പം ക്ലൂ തരുമ്പോ മനസ്സിലാവും. ഞങ്ങളെ വെഞ്ഞാറമൂട് സ്കൂളിൽ നിന്ന് വരുവാ. എന്റെ മുഖത്തോട്ട് നോക്കിയാ മനസ്സിലായോ? മലയാളം പഠിപ്പിച്ച മാധവന്മാർ കാണ്ട് കിടക്കുന്ന അതൊന്നും അല്ല. അപ്പൊ അത് നിന്നെ മനസ്സിലാകത്തില്ല, എന്നെ മനസ്സിലാവും. ഇങ്ങോട്ടൊന്ന് നോക്ക്. കണക്ക് പഠിപ്പിച്ച കർണാകരന്മാർ. കാണാകണം മടിച്ചോപ്പോ. ഇവളെ മനസ്സിലായോ എന്നൊന്ന് നോക്ക്. നിന്റെ പഴയ ലൈനാ സരോജം. നോക്ക്. പറയാമോ കരടിലെ അനുരാഗം ഒരു കുറിയൻ കാറ്റേ. അതൊന്നും ചിന്തിക്കണ്ട. പഴയ സരോജം ഇപ്പൊ സുരേന്ദ്രന് മനസ്സിലായി കാണും. നിങ്ങൾക്ക് സുരാജ്, പക്ഷേ ഞങ്ങളുടെ സുരേന്ദ്രൻ. നേരത്തെ പേര് സുരേന്ദ്രൻ. സുരേന്ദ്രൻ എങ്ങനെ സുരാജായെന്നറിയാവോ? ഇല്ല. കുളി പഠിച്ചവന് എവളുമായിട്ട് കൊടുമ്പിരി കൊണ്ടവർ. അപ്പൊ ഇവിടുത്തെ ഇവള് നിഷേധിച്ച്. അപ്പൊ യവൻ പറയുവാ, സരോജിനിയുടെ ജായെങ്കിലും എനിക്ക് വേണമെന്നും പറഞ്ഞ് ആ ജാ മേടിച്ചിട്ട് സുരേന്ദ്രൻ ഇട്ടത് സുരാജ്. അങ്ങനെ സുരാജ്. നമ്മൾ വന്ന കാര്യം അങ്ങ് പറഞ്ഞേക്കാം. നമ്മുടെ വെഞ്ഞാറമൂട് സ്കൂളില് റീയൂണിയൻ നടക്കുക, നമ്മുടെ ബാച്ചിന്റെ. അപ്പൊ അവിടുന്ന് ഞങ്ങൾ ക്ഷണിക്കാൻ വന്നതാ. നമ്മുടെ കൂട്ടത്തിൽ പ്രശസ്തനും പ്രതിഭാതനും നീ ആണല്ലോ. അത് പോയിന്റ്. നിങ്ങൾ കൂടെ പഠിച്ചവരാണോ? പിന്നെ ഞങ്ങൾ ഒറ്റ ബെഞ്ചി ഇരുന്നവരല്ലയോ? ഒരു സംശയം, നിങ്ങളുടെ എല്ലാവരുടെയും മുടിയൊക്കെ നരച്ചിരിക്കുന്ന സുരാജേട്ടന്റെ ചെറുപ്പക്കാരൻ അല്ലേ? അതാണോ കാര്യം? നിങ്ങൾക്ക് സംശയം ഉണ്ടോ? ഒരു കാര്യം ചെയ്താൽ മതി. ഒരാഴ്ച ഇങ്ങേരെ പിടിച്ചൊരു മുറിയിൽ അങ്ങ് പൂട്ടിയിടണം. ഒരാഴ്ച ഇറങ്ങി തുറക്കുമ്പം ഒരു ക്രിസ്മസ് അപ്പ് വെള വഴി ഓടണം. സത്യം പറഞ്ഞാൽ എനിക്ക് മനസ്സിലായില്ല. ഹലോ എന്തോ ഞാനിവിടെ എവിടാ നിങ്ങള്? ചുമ്മാ കളിയാക്കല്ലേ. വെഞ്ഞാറട്ടിയോടാ വീടോടാ. എടാ, ഞാൻ തേമ്പാമൂട്. പിന്നെ ഞാൻ ആലന്തറുള്ളതാ. ഞാൻ പെരപ്പം കൊടവ എന്റെ സൈക്കിളിൽ അവ പിറകെ നടന്നത്. അല്ല, ഈ പറയുന്ന സ്ഥലങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോ വെഞ്ഞാറമൂടിന്റെ ചുറ്റുവട്ടത്തുള്ളതാണ്. അന്നത്തെ പഠിച്ചിരിക്കും. സമ്മതിക്കും. സത്യം പറഞ്ഞാൽ എനിക്കറിയില്ല. നിങ്ങൾ എന്തായാലും ആള് മാറി. വേറെ തെളിവുകളുണ്ട് ഞങ്ങളുടെ. എന്താ തെളിവ്? വേറെ തെളിവുകളുണ്ട്, അതങ്ങോട്ട് പറഞ്ഞു കൊടുക്ക. 10ാം ക്ലാസ്സിൽ ഓട്ടോഗ്രാഫിൽ എഴുതി തന്നെ എന്താണെന്നറിയോ? എന്താ? ഓമന മക്കളുമായി ഒന്നിനെ പോലെ നീ ഓടി നടക്കുമ്പോൾ ഓലത്തിരിക്കുന്ന ഓമനക്കുട്ടനെ എന്നും നീ മറന്നിടല്ലേന്ന് പറഞ്ഞവരാ. എനിക്ക് എഴുതുന്ന അതിനെക്കാട്ട് സങ്കടം വരും. കടിഞ്ചായ കുടിച്ചാലും പാൽ ചായ കുടിച്ചാലും നിന്റെ മുഖച്ചായ ഞാൻ ഒരിക്കലും മറക്കത്തില്ലെന്ന് പറഞ്ഞ അവൻ എന്നോട് പറയാൻ ശരിയാക്കാം. പുറത്തേക്ക് കാര്യങ്ങൾ സംസാരിക്കാം. അന്ന് വന്നപ്പോ എന്തുകൊണ്ട് എന്നോട് ഇഷ്ടമാണെന്ന് പറഞ്ഞില്ല? വേണ്ടെന്ന് പറഞ്ഞ എന്റെ മെയിൻ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാ എന്തപ്പ് കാണാ അയ്യോന്ന് വെച്ച് കഴിഞ്ഞാ അയ്യ ഒരു കീറിയ നിക്കറ സുര, ഉടുപ്പ് നിറയെ പറങ്ങാണ്ടിക്കറ, ഒരു കൊട എണ്ണ എടുത്ത് തലയിൽ ഇങ്ങനെ തേച്ചൊരു നിപ്പാണ്. ആര് പറയും വേണോ? അപ്പൊ ചേച്ചിയാണോ റിജക്ട് ചെയ്തത്? ഞാൻ റിജക്ട് ചെയ്തു. പക്ഷെ ഞാറിനെ എത്ര സുന്ദരനാവൂന്ന്. എങ്കിൽ പിന്നെ പല വിഷയം എടുക്കൂല. നാഷണൽ അവാർഡ്. അതെന്റെ പെരപ്പുറത്തിരുന്നേനെ അന്ന് ഞാൻ പറഞ്ഞു. നിന്റെ കുഴപ്പം തന്നെ എന്ന് പറഞ്ഞാൽ വേറെ ഫസ്റ്റായിരുന്നറിയാവോ? മിമിക്രിക്ക് ഫസ്റ്റ്, മോണോ ആക്ടിന് ഫസ്റ്റ്, ഫാൻസി ഡ്രസ്സിന് ഫസ്റ്റ്, പിന്നെ സ്പോർട്സ്, ഫുട്ബോള്. യോ എന്തോ കളിയായിരുന്നു. ക്രിക്കറ്റ്. അല്ലല്ല, ഫുട്ബോളും ക്രിക്കറ്റും ഒക്കെ ഞാനല്ല ഉദ്ദേശിച്ച ആള്. ഞാനല്ല. അപ്പൊ ലാസ്റ്റ് ആയിട്ട് ചോദിക്കണം, എന്റെ ജാ തിരിച്ചു തരൂല. അയ്യോ, എനിക്ക് നിങ്ങളെ അറിയില്ല സത്യം പറഞ്ഞു. സ്കൂൾ അറിയത്തില്ല. സ്കൂളിന് എനിക്കറിയാം. ഞാൻ പഠിച്ച സ്കൂൾ അധ്യാപകര്. ശരി എന്നാ ഓക്കെ, ഞങ്ങൾ പോവാ. സങ്കടത്തോടെ പോവാ. ഓക്കെ പോയേക്കാം. കണക്ക് പഠിപ്പിച്ച കർണാടക ഭാഷ വടിയായിട്ട് കണ്ടാ സുരേന്ദ്രൻ അല്ല സാറ്. അല്ല സുരേന്ദ്ര. അല്ല ഇത് ഞാനല്ല. എപ്പോ അവരുടെ കൂടെ ഓടിയത്? പെട്ടെന്ന് സാറെന്ന് പറഞ്ഞപ്പോ പഴയ സ്കൂൾ കാലഘട്ടം ഓർത്തു.
ഇനി കൂടെ പഠിച്ചവരാ അല്ലേ? ഇല്ലാന്നേ എനിക്കറിയാം. അയ്യടാ മോനെ എക്സ്ട്രാ ഡീസന്റ് ആവല്ലേ. നമ്മുടെ റിയൂണിയനെ ഞങ്ങള് പൊക്കിയാണല്ലോ അവിടെ കൊണ്ടുവരും. അത് മതി. ആ വന്നതല്ലേ ഇപ്പൊ കൈയോടെ പിടികൂടിയല്ലോ. ആ ആശംസ വീഡിയോ കൈയോടെ എടുപ്പിച്ചിട്ട് പോണ്ടേ? എന്ന 27-ാം തീയതി ഞാൻ പഠിച്ച എന്റെ സ്കൂളിലെ അത് പറയണേ. എന്റെ സ്കൂളിലെ വെഞ്ഞാറമൂട് വിദ്യാർത്ഥി സംഗമത്തിന് ഞാൻ എത്തുന്നതാണ്. അത് മതി അത് മതി അത് മതി. കൂടെ പഠിച്ചവരോടുള്ള സുരാജേട്ടൻ ആ ഒരു സ്നേഹം കണ്ടോ? അത് മനസ്സനുവദിക്കുന്നില്ല അങ്ങനെ നുണയൊന്നും പറഞ്ഞ് അവരെ ഇങ്ങനെ അകറ്റി നിർത്താൻ. അത് ഇന്ന് ഈ വലിയ മനസ്സ് ഞങ്ങൾക്ക് മനസ്സിലായി. പക്ഷെ ഈ ഒരു ട്വിസ്റ്റ് അത് ഞങ്ങൾക്ക് അറിയാത്തൊരു കാര്യം തന്നെയായിരുന്നു അല്ലേ? താങ്ക് യു. പറയാമോ കരളിലെ അനുരാഗം ഒരു കുറിയൻ കാറ്റേ. അന്ന് സാധിക്കാത്തത് ഇന്ന് സാധിക്കും. ഷാജി മാവേലിക്കര ആൻഡ് ടീം ഇവർക്കൊരു വലിയ കൈഡി കൊടുക്കാട്ടോ. റിപ്പീറ്റിട്ട് കാണുന്ന ചില സ്കിറ്റുകളിൽ അതിലൊന്നാണ് പുള്ളിക്ക് വിക്കുള്ള പോലീസ്. ഒരു അസാധ്യ സാധനമാണ്. ഒരു ചെറിയൊരു സീക്വൻസ് നമുക്ക് നമ്മുടെ സൂപ്പർ ഷോന്റെ ഈ ഒരു വേദിയിൽ ഒന്ന് കാണിക്കാം. ആ ഒരു ക്യാരക്ടർ എടോ മമ്മായി മമ്മായി എന്ത് അത് വിളിക്കരുതെന്ന് പറഞ്ഞില്ലയോ മൈക്കിളെ സുന്ദരനാ എനിക്കറിയാം സുന്ദരനാ ദുരാജെന്ന് അങ്ങനായിരുന്നോ? ആ സുരാജ് വെഞ്ഞാറമൂട്. പൈസ കൊടുക്കണ്ടായോ? പൈസ കൊടുക്കണം. 2000 രൂപ ഞാൻ 2000 രൂപ എന്റെ എവിടെ ഇരിക്കുന്നു? ഞാൻ ഞാൻ പറഞ്ഞിട്ട് കാര്യമല്ല. എന്റെ 2000 രൂപ ഒന്നും ഇല്ല. എന്ത് വായി കാണിക്കും? ഇന്നെങ്ങാണ് ഇത് പറഞ്ഞു തീരും. മുട്ടയിടുന്ന ലക്ഷണം കൊണ്ട് ഇവിടെ കിടന്ന് തന്നായിരുന്നല്ലോ ഞാൻ. എന്റെ തന്നിട്ടില്ല. അയ്യോടാ എന്നിട്ട് എന്റെ അടുത്ത് പറയാൻ ഇവിടെ നില്ല ഇപ്പം ഇയാൾക്ക് ഞാൻ ജില്ല മേടിച്ചോണ്ട് പോയാളാ. എന്റെ ഉണ്ടല്ലോ തരാൻ പറ്റത്തുള്ളൂ. ഇന്ന് വൈകിട്ടുണ്ട് അതെന്തുവാ? അത് മറ്റേ മ്യൂസിക് ഇട്ട് കളിച്ചതല്ലയോ? ഇല്ല ഞാൻ വൈകിട്ടുണ്ട് ടൗണിൽ പോകുമ്പോ ഞാൻ ടൗണിൽ പോകുമ്പോ കൊണ്ടുതരാം. മതി. സുരജേട്ടാ ട്രിവാൻഡ്രം സ്ലാങ് കേൾക്കാൻ ഒരു കൊതി. നമ്മുടെ ജാ എടുത്ത ശ്രീലക്ഷ്മിയുടെ ഇല്ലേ? ആ സുഖങ്ങളൊക്കെ തന്നെ. ഓ അണ്ണൻ എന്തൊരു വിശേഷം? പടമൊക്കെ റിലീസ് ആയല്ല, എക്സ്ട്രാ ഡീസ് എപ്പാ? കഴിഞ്ഞ മാസം ഇല്ല ചേട്ടാ ഞാൻ അറിഞ്ഞില്ല. പിന്നെ അത് നല്ലപോലെ ഓടിക്കൊണ്ടിരിക്കണേണ്. തിയേറ്ററിലും സമയം മറ്റൊക്കെ വന്നല്ല. ഇപ്പൊ എനിക്കെന്ത് പോയി കണ്ട എന്തരും എനക്ക് സീരിയലുകളല്ലേ അണ്ണാ, ഞാൻ എങ്ങനെ പോയി കാണാന്? ഓക്കെ അപ്പൊ എന്തായാലും താങ്ക് യു സോ മച്ച്. ഈ വർഷം നമ്മുടെ സൂപ്പർ ഷോ ഇത്രയും സൂപ്പർ ആയിട്ട് പോകണല്ലോ. അതെ സത്യമായിട്ടും അതിന് ഏറ്റവും നന്ദി പറയേണ്ട ഒരു ആൾക്കാരെന്ന് പറഞ്ഞാൽ ഈ പുറകെ കാണുന്ന ഇത്രയും പേരുകളെല്ലാമാണ് നമ്മുടെ അന്നദാതാക്കൾ. അതെ, അന്നദാതാക്കൾ എന്ന് പറയുമ്പോൾ കൃത്യമായിട്ട് ഇവിടെ നമുക്ക് നമ്മുടെ മെയിൻ സ്പോൺസർ ആയിട്ടുള്ള പവിഴത്തിന്റെ ഗ്രൂപ്പിന്റെ പേരെന്തറിയോ? അരിക്കാരൻ ഗ്രൂപ്പ്. പവിഴം അരി കൊണ്ടുവന്ന ഗ്രൂപ്പിന്റെ പേര് പവിഴം അരിക്കാരൻ ഗ്രൂപ്പാണ്. ലെറ്റ്സ് വെൽക്കം ഫ്രം പവിഴം അരിക്കാരൻ. ശരിക്കും അരിയുടെ രാജാക്കന്മാർ നമുക്ക് പവിഴം ഗ്രൂപ്പിനെ വിശേഷിപ്പിക്കാമെന്ന് വേണം പറയാനായിട്ട്. സർ നമ്മൾ സ്ക്രീനിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ, ടിവിയിൽ നിങ്ങൾ ഇങ്ങനെ വീട്ടിലിരുന്ന് കാണുന്നുണ്ടായിരിക്കും. സോ ഹൗ ഡു യു ഫീൽ ഇങ്ങനെ ഫ്ലോറിൽ വന്ന് നിൽക്കുമ്പോൾ, അതും മെയിൻ സ്പോൺസർ ചെയ്യുന്ന ഒരു ഷോന്റെ ഭാഗമായിട്ട് പ്രൗഡിയോടുകൂടി നിൽക്കുമ്പോ? ഇവിടെ വന്നപ്പോ ഒരു സ്വർണ്ണ തിളക്കമാണ് കാണുന്നത്. അത് പവിഴം അരി മെയിൻ സ്പോൺസർ ആയതുകൊണ്ടായിരിക്കും. ജോൺ സർ ശരിക്കും പവിഴത്തിന്റെ ഈ ഒരു വളർച്ചയെ കുറിച്ച് സാറിന് എന്താണ് നമ്മുടെ പ്രേക്ഷകരുടെ അടുത്ത് ഞങ്ങൾക്ക് അറിയാനായിട്ട് ഭയങ്കര ആകാംക്ഷയുണ്ട്. ഈ പവിഴം എന്ന് പറഞ്ഞ ബ്രാൻഡ്, അതായത് ആ കുഞ്ഞ് ജനിച്ചിട്ട് ഇപ്പൊ 33 വർഷമായി. 33 വർഷം അത്ര ആയിട്ടുള്ളൂ. അതുകൂടാതെ ഞങ്ങളുടെ ഫാദർ എനിക്ക് 60-ല് ഈ ബിസിനസ്സിൽ ഇറങ്ങിയതാണ്. ഏതാണ്ട് 60 കൊല്ലം മുന്നേ തുടങ്ങി ഈ ബിസിനസ് രംഗത്ത്. 2025 എന്താണ് പവിഴത്തിന്റെ ഒരു വളർച്ച? ഒരു ട്രിപ്പിൾ വളർച്ചയിലേക്കാണ് അവിടെ നമ്മുടെ പ്ലാനിങ്. അതിന് നമ്മൾ മാർക്കറ്റിംഗിലേക്കുള്ള പ്ലാൻ ചെയ്തു കഴിഞ്ഞു. കൂടാതെ റെഡി ടു ഈറ്റ് തുടങ്ങിയ പ്രൊഡക്റ്റുകളാണ് ഇനിയും റൈസ് ഒക്കെ ഇനി ഇറങ്ങാൻ പോകുന്നത്. നെക്സ്റ്റ് ജനറേഷൻ ഇവിടെ തൊട്ടടുത്തുണ്ട്. അപ്പൊ ഞാൻ ഗോഡ്വിനിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാണ്. ഗോഡ്വിൻ, എന്താണ് നെക്സ്റ്റ് ജനറേഷന്റെ ഒരു പ്ലാൻ? ഞങ്ങൾ ഇപ്പൊ കമ്പനിയിൽ വന്നിട്ട് ഞങ്ങളുടെ ഏറ്റവും വലിയൊരു എയിം എന്ന് പറയേണ്ടത് ഈ ക്വാളിറ്റി തന്നെ ഏറ്റവും എഫിഷ്യന്റ് ആയിട്ടും ഏറ്റവും കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ടും കസ്റ്റമേഴ്സിലേക്ക് എത്തിക്കണമെന്നാണ് ഞങ്ങൾ ആലോചിച്ചത്. അതനുസരിച്ച് ഞങ്ങൾ വർക്ക് ചെയ്യണം. ഇപ്പൊ
Robin, do you have to add on to that? ഞാനാണ് സെക്കൻഡ് ജനറേഷൻ ഏറ്റവും മൂത്തായിട്ടുള്ളത്. ഞാനാണ് 2010 വന്നിട്ട് പാക്കേജിങ്ങിന്റെ കാര്യങ്ങളൊക്കെ ഞാൻ റീബ്രാൻഡിങ് ചെയ്ത്. ഇപ്പോൾ ഞാൻ കുറച്ചത് മാറി. ഇപ്പൊ എന്നിൽ താഴെയുള്ള ജനറേഷനിലേക്ക് ഗോഡ്വിൻ എൻ്റെ അനിയനൊക്കെ വന്നതിന് ശേഷമാണ് അവരിലേക്ക് ഹാൻഡ് ഓവർ ഒക്കെ കുറച്ചൊക്കെ ചെയ്തു. ഇപ്പൊ ഞാൻ റോബിൻ ഫുഡ് എന്ന് പറഞ്ഞിട്ടൊരു പ്രൊഡക്റ്റ് ഞാൻ ഇറക്കിയിട്ടുണ്ട്. അരിക്കാർ എന്നും പവിഴം ജനങ്ങൾക്കൊപ്പം നിൽക്കുന്ന ഒരു ബ്രാൻഡാണ്. ക്വാളിറ്റിയും സർവീസും എല്ലാം നോക്കി. അപ്പൊ അത് തുടരുക എന്നുള്ള ഒരു ലക്ഷ്യം തന്നെയാണ് ഞങ്ങൾക്കുള്ളത്. തീർച്ചയായും 2025 പവിഴം ഗ്രൂപ്പിന്റെ ഈ ഒരു പ്ലാൻസ് എല്ലാം എത്രയും പെട്ടെന്ന് എക്സിക്യൂട്ട് ചെയ്യാൻ സാധിക്കട്ടെ. ആൻഡ് ഒരു ബിഗ് താങ്ക് യു. കാരണം സൂപ്പർ ഷൂ നമ്മുടെ സി കേരളത്തിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു പറഞ്ഞപ്പോൾ അത് ഞങ്ങള് മെയിൻ ബ്രാൻഡിങ് ചെയ്യാം എന്നുള്ള ഒരു ട്രസ്റ്റ്, ആ ഒരു വാക്ക് നമുക്ക് തന്നേലും. ആൻഡ് ഇനി എല്ലാം നമ്മുടെ വീടുകളിലും അടുക്കളകളിലും ഒക്കെ പവിഴം കൊണ്ട് നിറയട്ടെ അല്ലേ. ഏതായാലും ഞാൻ നേരത്തെ പറഞ്ഞ പ്രോമിസ് ഇപ്പൊ ഞാൻ പാലിച്ചല്ലോ അല്ലെ. വീക്കെൻഡ് എന്തായാലും കളറായി കളർഫുൾ ആയി എന്നുള്ള പ്രതീക്ഷയോട് കൂടിയിട്ട് ഇന്നത്തെ എപ്പിസോഡ് നമ്മൾ വൈൻഡപ്പ് ചെയ്യാണ്. സോ നൗ വി ആർ സേയിങ് ബൈ ഫ്രം IHNA ഓസ്ട്രേലിയ ആൻഡ് പവിഴം കുക്ക് ഓഫ് സ്മാർട്ട് കറി പൗഡർ, സി കേരളം സൂപ്പർ ഷോ കോ പവർഡ് ബൈ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കവേഴ്സ് ലക്ഷ്യ ആൻഡ് Ujala Crisp and Shine. Our ice cream partner Camry Ice Cream, special partners Kia Ceros, Equastar UPVC rain gutters, Cardia coconut oil and Milva day-to-day diary whitener. Our energy partner Sun Tips Tea saying tata bye bye and good night. Mwah.